എന്താണ്? എന്തൊക്കെയാണ് സാറേ? സുഖം. ഇല്ല, വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയെന്നേ ഉള്ളൂ. ഭാര്യയും ഭർത്താവും കൂടെ റിട്ടയർമെന്റ് ലൈഫ് അടിച്ച് പൊളിക്കണെന്ന് കേട്ടല്ലേ? എന്താ അടിപൊളി വരുമാനം സാറേ, മഴ കൂടാത്ത ദിവസമില്ല. ഈ ആദ്യം നമ്മൾ ഈ സർവീസിൽ ഇരിക്കുമ്പോഴേ നേരം വെളുക്കുമ്പോ തന്നെ നമുക്ക് അങ്ങോട്ട് ഓഫീസിലേക്ക് ഇറങ്ങി പോവാം. ഇതിപ്പോ രാവിലെ മുതൽ വൈകുന്നേരം വരെ മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ ഇരിക്കല്ലേ, അടിയല്ലാതെ വേറെ എന്താ. ഏതാണ്ട് ഇതേ അവസ്ഥ തന്നെയാണ് സാറേ വീട്ടിലും. എന്ത് പറയാനാണ്, നമ്മൾ ഈ പോലീസിലായിരുന്നോണ്ട് കുറെ പോലീസ് മുറയൊക്കെ നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. അതെ അതെ, അപ്പൊ അതൊക്കെ കാണിക്കാതിരിക്കാതെ നമുക്ക് ഇങ്ങനെ വന്നു പോകും. ഭാര്യയ്ക്കും പിള്ളേർക്ക് അതൊന്നും ഇഷ്ടമല്ല. അതെ അതെ അതെ. അപ്പൊ ഞാൻ ഒരു വിധം ഞാൻ പറഞ്ഞു, ഞാൻ ചവിട്ടി കൂട്ടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവിടെ നിർത്തിക്കുക. പോലീസ് ആയപ്പോ ഓക്കെ. സാറേ എന്ത് ചെയ്തു സാറേ? അതെ അതെ. പിന്നെ എന്തെങ്കിലും ഒരു എൻഗേജ്മെന്റ് ഞാൻ ഇങ്ങനെ ആലോചിക്കും. എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും എൻഗേജ് ആയിട്ടിരുന്നാലും നമുക്ക് കുറെ സമയം പോയി. സത്യം പറഞ്ഞ മന്മോഹൻ സാറേ, ഞാനതിപ്പോ ഇന്നും കൂടി ആലോചിച്ചോളൂ. കാരണം പിന്നെ നമ്മളിപ്പോ ഇന്ന് ഞാൻ ഇരുന്ന് ബോറടിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയതാ. എന്തെങ്കിലും ഒന്നും ഉണ്ടെങ്കിലേ അങ്ങനെ പറ്റുള്ളൂ നമുക്ക്. നമ്മൾ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓഫീസിൽ ഇരുന്നിട്ട് പെട്ടെന്നൊരു ദിവസം അങ്ങോട്ട് മാറുമ്പോ നമുക്ക് ആദ്യമൊക്കെ വിചാരിച്ചു വീട്ടിൽ കുറച്ച് ദിവസം ഇരിക്കണം, മതി ഈ പണിയൊക്കെ. പക്ഷെ ഇപ്പൊ പറ്റുന്നില്ല സാറേ. ഞാനിങ്ങനെ ഒന്ന് രണ്ട് പരിപാടികൾ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ വിലയ്ക്കും നിലയ്ക്കുള്ള എന്തെങ്കിലും ഇതിലല്ലേ നമുക്ക് ചെന്ന് ചേരാൻ പറ്റുള്ളൂ. അതേ പറ്റുള്ളൂ. സാറിന് അങ്ങനെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഞാൻ ഈ പെൻഷൻ സംഘടനയിലൊന്ന് ജോയിൻ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ അവന്മാര് പറയാം ആദ്യമേ മെമ്പർഷിപ്പ് എടുക്കണം പോലും. അവന്റെ മെമ്പർഷിപ്പ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ഇവൻ പറയുന്ന വായ തോന്നിയത് കേൾക്കാൻ വേണ്ടി നമ്മള് മെമ്പർഷിപ്പ് എടുത്ത് ആ മീറ്റിംഗ് പോയിരിക്കേണ്ട കാര്യമില്ലല്ലോ. എന്ത് അതിൻ്റെ ഒരു കാര്യമില്ല സാറല്ല. നിങ്ങളുടെ ഈ സമുദായ സംഘടനയിലൊക്കെ ഒന്ന് സാറിന് നോക്കിക്കൂടെ? സമുദായ സംഘടനയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വല്ലോനും മരിച്ചാലും ജനിച്ചാലും ഒക്കെ നമ്മൾ അവിടെ പോകണം. അത് വേണം, കയറി ഇറങ്ങണം. അത് ഇങ്ങനെ പിന്നെ വല്ലോന്റെ ഒക്കെ വായിലിരിക്കുന്നത് നമ്മൾ കേൾക്കണം. അത് എനിക്ക് അത്ര അങ്ങോട്ട് ഒരു സുഖമായിട്ട് തോന്നിയില്ല. അത് വേണ്ട. പിന്നെ പാർട്ടിയിൽ എങ്ങാനും ജോയിൻ ചെയ്യാം. അത് കൊള്ളാം. പക്ഷെ നമ്മളൊന്നും ഇപ്പൊ പെട്ടെന്ന് അങ്ങോട്ട് ഓടിച്ചെന്നിട്ടൊരു നേതാവായിട്ട് കയറാൻ പറ്റില്ല. അണിയായിട്ടൊക്കെ നമ്മുടെ പട്ടി പോവും. അല്ല പിന്നെ നമ്മൾ ഇത്രയും വർഷം സർവീസിലിരുന്ന് ഉണ്ടാക്കിയെടുത്ത വിലയും നിലയും ഒറ്റ നിമിഷം കൊണ്ട് കുറേമാരുടെ മുമ്പിൽ അടിയറ വെക്കേണ്ട ഒരു കാര്യമില്ല. അതിന്റെ ആവശ്യമൊന്നുമില്ല സാറേ. പിന്നെ ഈ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്ക് വീട്ടിൽ ഇരിക്കുമ്പോ പഴയ യൂണിഫോം കാക്കി പാൻറ്റും ഷൂസും തൊപ്പിയും ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടാവണം ഒരു ഒരു അത് മാറുമായിരിക്കും. സാറ് കാഞ്ച് ഞാനവിടെ കയറി എന്തെങ്കിലും പരിപാടി ഞാൻ നോക്കട്ടെ സാറേ. നമുക്ക് പറ്റിയ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അറിയിച്ചോ. ഞാൻ റെഡി. ഞാൻ പറയാം.